Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ മക്ലോറിൻ സീരീസ് ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ 2x. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇത് ഡയറക്റ്റ് അല്ലാതെ ഒരു അപ്ലിക്കേഷൻ ഫോമിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഓർത്ത് വെക്കണമെന്നൊന്നും നിർബന്ധമില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് പറയാം ഇവർ എങ്ങനെ ചെയ്തേക്കണേ എന്നുള്ളത്. ഇവർ സൈൻ എക്സിൻ്റെ എക്സ്പാൻഷൻ നമ്മളോട് പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എഴുതി അതിൽ എക്സിന് പകരം 2x എന്ന് റീപ്ലേസ് ചെയ്തപ്പോൾ സൈൻ 2xൻ്റെ എക്സ്പാൻഷൻ കിട്ടി. അതിനുശേഷം എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 2x എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 2xൻ്റെ എക്സ്പാൻഷൻ അവിടെ കൊടുത്ത് ഉള്ളിലേക്ക് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് ആ സീരീസ് എക്സ്പാൻഷൻ മക്ലോറിൻ സീരീസ് ആയതുകൊണ്ട് തന്നെ സീറോയിലാണ്, അപ്പോൾ എക്സ് തന്നെ ടേംസ് വരുള്ളൂ. അങ്ങനെ അത് ഡയറക്റ്റ് കിട്ടി. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സാധാരണ പോലെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഷോർട്ട് കട്ട് പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർ അത് ഡയറക്റ്റ് ചെയ്താൽ മതി. നമുക്ക് കിട്ടും. ഡെറിവേറ്റീവ് ഒക്കെ ഫൈൻഡ് ചെയ്ത് അറ്റ് സീറോയിൽ ഇവാലുവേറ്റ് ചെയ്ത് ചെയ്താൽ തെറ്റാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈ ഫോമിലൊന്നും ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിന്ന് വരില്ല. അതുകൊണ്ട് ഞാനിത് നിർബന്ധിക്കില്ല, പഴയ പോലെ തന്നെ ചെയ്താൽ മതി. അടുത്തത് ഫൈൻഡ് ദ ടൈലർ സീരീസ് ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു π/6. അതിൽ ഇതാ ചെയ്തേക്കണം നോക്കൂ. ഇതും സൈൻ സീരീസിൻ്റെ എക്സ്പാൻഷൻ വെച്ചിട്ട് ചെയ്ത് പോയിക്കുന്നതാണ്. സൈൻ സീരീസും കോസ് സീരീസും വെച്ചിട്ട് വേണ്ട കേട്ടോ, നിങ്ങൾ സാധാരണ പോലെ ചെയ്താൽ മതി. എന്നാൽ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുള്ളൂ. കാരണം ഇതൊന്നും എപ്പോഴും നമ്മൾ ഓർത്തിരിക്കില്ല. ആ ജനറൽ ഫോമുലയാണെങ്കിൽ നമുക്കത് എപ്പോഴും ഓർമ്മയുണ്ടാവും. ഷോർട്ട് കട്ട് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മക്ലൗറിൻ സീരീസ് എക്സ്പാൻഷൻ ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ hx. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ അത് നമുക്ക് കാൽക്കുലേറ്ററിൽ ഇവാലുവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളത് ഡയറക്റ്റ് ചെയ്താൽ മതി. ഇവർ ചെയ്തിരിക്കുന്നത് സൈൻ hxനെ e⁻x−e⁻x/2 എന്ന് എഴുതി, എന്നിട്ട് അതിങ്ങനെ എഴുതി e⁻xൻ്റെ എക്സ്പാൻഷൻ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടായിരുന്നു, അതവിടെ കൊടുത്തു. e⁻x എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഉള്ളിടത്തൊക്കെ -x കൊടുത്താൽ മതി. അതിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ എഴുതി, എന്നിട്ട് സബ്ട്രാക്ഷനാണ് വരുന്നത്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് പോകുന്ന ടേംസൊക്കെ കളഞ്ഞിട്ട് ബാക്കിയുള്ള ടേംസ് ഇവിടെ എഴുതി. അതാണ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് മറ്റതിനേക്കാളൊക്കെ. നിങ്ങൾ ഡയറക്റ്റ് സൈൻ hx ഡയറക്റ്റ് മക്ലോറിൻ സീരീസിൻ്റെ പ്രോബ്ലമായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇത് ഓർത്ത് e⁻xൻ്റെ എക്സ്പാൻഷൻ അറിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തെറ്റ് വരുത്താൻ നിൽക്കണ്ട, ഡയറക്റ്റ് ചെയ്താലും മതി. e⁻x cos x, e⁻xൻ്റെ എഴുതും cos xൻ്റെ എഴുതും, എന്നിട്ട് അങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതാ ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നുള്ള രീതിയിൽ ചെയ്തു പോയിട്ടുണ്ട്. വലിയ കോംപ്ലിക്കേഷനാണ് ഈ ഡിവിഷനൊക്കെ വരുമ്പോൾ, അതൊന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ടൈലർ സീരീസ് പഠിക്കാം. ടൈലർ സീരീസിൻ്റെ ഓൾട്ടർനേറ്റ് ഫോമും പഠിക്കുക. കാരണം x+h ഫോമിലൊരു ഫംഗ്ഷൻ ചോദിച്ചാൽ ഓൾട്ടർനേറ്റ് ഫോമിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും പഠിക്കാം. ദെൻ മക്ലോറിൻ സീരീസ് പഠിക്കുക. എന്നിട്ട് അതൊക്കെ ജനറലായിട്ട് തന്നെ ചെയ്ത് പോയാൽ മതി. ലാസ്റ്റ് പറയുന്ന ആ സീരീസുകൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ. അത് ഓർത്തിരുന്നാൽ നല്ലത് തന്നെയാണ്. പിന്നീടും നമുക്ക് പല സ്ഥലങ്ങളിൽ അത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഷോർട്ട് കട്ട് ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പറ്റുന്നവർ അത് തന്നെ പഠിച്ചോളൂ. പറ്റാത്തവർ ഡയറക്റ്റ് മക്ലോറിൻ സീരീസും ടൈലർ സീരീസും ഡെഫിനീഷൻ യൂസ് ചെയ്ത് ഫോമുല യൂസ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ ടാൻ എക്സും ടാൻ ഇൻവേഴ്സ് എക്സും അത് ഇത്തിരി പ്രത്യേകതയുള്ളതാണ്. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ. ഇതാ എക്സസൈസിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. പറ്റുന്നതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.